ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പകർന്ന ധൈര്യത്തിൽ വർഷങ്ങൾക്ക് മുൻപേ മലയാള സിനിമാ ലോകത്തെ അറിയാ കഥകൾ പുറത്തു പറയുന്ന വനിതകളുടെ എണ്ണം പെരുകുന്നു. വർഷങ്ങൾക്ക് മുൻപ് തനിക്കുണ്ടായ അനുഭവം ഒരു ഭയവും കൂടാതെ തുറന്നു പറയാൻ കാണിച്ച മനസ്സുണ്ടായ നടിയാണ് ഉഷ എന്ന ഉഷ ഹസീന. തനിക്ക് സിനിമയിൽ അവസരങ്ങൾ നിഷേധിച്ചവരെയും സെറ്റിൽ മോശം സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ടവരെയും കുറിച്ച് പറയാൻ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നു. ഹേമ കമ്മിറ്റി വെളിച്ചം കണ്ടതിന് ശേഷവും ഉഷ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി. മലയാള സിനിമയിൽ പലരും ബഹുമാനിക്കുന്ന മുതിർന്ന നടനിൽ നിന്നും മനസ്സിനേറ്റ പ്രഹരത്തെപ്പറ്റി ഉഷ പറയുമ്പോൾ ആ സംഭവം മുതൽ ഇന്ന് വരെ 32 വർഷങ്ങളുടെ അന്തരമുണ്ട്. ഹസീന എന്നാണ് ഉഷയുടെ യഥാർത്ഥ പേര്. 50കളിലധികം സിനിമകളിൽ ഉഷ അഭിനയിച്ചിരുന്നു. ആലപ്പുഴ ആലിശ്ശേരിയിൽ ASI മുഹമ്മദ് ഹനീഫയുടെയും ഹഫ്സ ബീവിയുടെയും മകളാണ് ഉഷ. ഉഷയ്ക്ക് 2 സഹോദരങ്ങളാണ് ഉള്ളത്. ഇവരും സിനിമാ രംഗത്ത് സജീവമാണ്. ഉഷയുടെ പ്രാഥമിക വിദ്യാഭ്യാസം ആലപ്പുഴയിലെ ഗവൺമെന്റ് മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയായിരുന്നു. ഒരു സിനിമാ കലാകാരിയായി തീരുന്നതിന് മുൻപ് അവർ ഒരു നാടക നടിയായിരുന്നു. 1988 കണ്ടതും കേട്ടതും എന്ന ചിത്രത്തിൽ ബാലചന്ദ്ര മേനോന്റെ നായികയായി അരങ്ങേറ്റം കുറിച്ചു. പ്രശസ്ത തെന്നിന്ത്യൻ സംവിധായകനായ TS സുരേഷ് ബാബുമായി വിവാഹം കഴിഞ്ഞെങ്കിലും വിവാഹമോചനത്തിൽ അവസാനിച്ചു. പിന്നീട് 2011 ചെന്നൈയിലെ ബിസിനസ്സുകാരനായ നാസർ അബ്ദുൾ ഖാദറെ വിവാഹം ചെയ്തു. സിനിമകളിൽ അഭിനയിക്കുക മാത്രമല്ല, കൈരളി ടിവിയിലെ നിലാപക്ഷി ഉൾപ്പെടെ ചില ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിരുന്നു. കൈരളി ടിവിയിലെ നന്മയുടെ നക്ഷത്രങ്ങൾ എന്ന ടെലിഫിലിമിലും അഭിനയിച്ചു. കൈരളി ടിവിയിലെ താരോത്സവം, നക്ഷത്ര ദീപങ്ങൾ എന്നീ ജനപ്രിയ റിയാലിറ്റി ഷോകളിലും അവർ പങ്കെടുത്തിട്ടുണ്ട്. മലയാള സിനിമകളിലെ വിവിധ അഭിനേതാക്കൾക്കെതിരെ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കെ 1992 മുതൽ നടി ഉഷ ഹസീനയുമായി നടത്തിയ ഒരു പഴയ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാർജിച്ചു തുടങ്ങി. അഭിമുഖത്തിൽ സിനിമാ ലോകത്തെ വ്യാവസായത്തിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് ഉഷ തുറന്നടിച്ചു. അതിനെ ഒരു മാഫിയ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കുകയും മറ്റുള്ളവരോട് ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സിനിമാ മേഖലയിൽ നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നടി അഭിമുഖത്തിൽ പറഞ്ഞു. പുതുമുഖങ്ങൾക്കും ഇതുവരെ സുരക്ഷിതരായിരിക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഇൻഡസ്ട്രിയിൽ ആരെയും വിശ്വസിക്കരുത്. വളരെ ശ്രദ്ധിക്കണം. മലയാള സിനിമ ഒരു മാഫിയ സംഘത്തെ പോലെയാണ്. ഈ ബർമുഡ ട്രയാങ്കിളിൽ കുടുങ്ങിപ്പോവാൻ എളുപ്പമാണ്. ഞാൻ പിടിക്കപ്പെട്ടു. എനിക്കൊരു അപകടം സംഭവിച്ചു. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അഭിനേതാക്കൾ അതീവ ജാഗ്രത പാലിക്കണം, അവർ കൂട്ടിച്ചേർത്തു. മലയാള സിനിമയിലെ പീഡന വിഷയങ്ങൾ അന്വേഷിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ മമ്മൂട്ടിയും മോഹൻലാലും പോലെ സൂപ്പർ താരങ്ങൾ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് ഉഷ ശക്തമായി പ്രതികരിച്ചിരുന്നു. പീഡനാരോപണങ്ങളെ നിസാരവൽക്കരിച്ച് അടുത്തിടെ മറ്റൊരു നടി നടത്തിയ പ്രസ്താവനയും അവർ വിമർശിച്ചു. നിങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സ്ത്രീകളെ പ്രതിനിധീകരിക്കാൻ നിയോഗിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഗൗരവമായി പരിഗണിക്കുകയും നേരിട്ട് സംസാരിക്കുന്നവരെയും കൊണ്ടുവരികയും വേണം. അവർ പറഞ്ഞത് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, പക്ഷെ അത് ശരിയായില്ല. ആ പ്രശസ്ത നടി പറഞ്ഞതിങ്ങനെ: എന്റെ വാതിലിൽ ആരോ മുട്ടിയത് കൊണ്ടല്ല ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരു കമ്മീഷൻ ആരോപിച്ചു. എനിക്കിതൊരിക്കലും സംഭവിച്ചിട്ടില്ല. അതിനാൽ എനിക്കിതൊരിക്കലും അംഗീകരിക്കാനും കഴിഞ്ഞില്ല, ഉഷ പറഞ്ഞു. ജഗദീഷ് ഏട്ടൻ വളരെ പോസിറ്റീവായി സംസാരിച്ചു. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു അധ്യാപകനും 2 പെൺമക്കളുടെയും പിതാവായതിന്റെ പക്വത അദ്ദേഹത്തിന്റെ പ്രതികരണം കാണിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോഴെല്ലാം അദ്ദേഹം സമാനമായി പ്രതികരിക്കും, നടി കൂട്ടിച്ചേർത്തു. 1992 ഗൾഫ് ഷോയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഉഷ. ലിഫ്റ്റിനുള്ളിൽ മലയാള സിനിമയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആ നടൻ തന്നോട് അപമര്യാദയായി പെരുമാറി. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉഷ ആ നടനെ തല്ലി. അയാളെ മുഖാമുഖം നേരിട്ടതും അഹങ്കാരി എന്ന വിളിപ്പേര് തനിക്ക് വീണുവെന്നും ഉഷ. അത്തരമൊരു പെരുമാറ്റം ഒരിക്കലും അയാളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം അഭിനയിക്കാനുള്ള അവസരങ്ങളും കുറഞ്ഞുവെന്ന് ഉഷ പറഞ്ഞു. ആ നടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ താൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് ഉഷ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് എന്തിനാണ് താൻ ഇപ്പോൾ പറയുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം. ആ സമയത്ത് ഒന്നും ആലോചിക്കാതെ ഉടനടി പ്രതികരിച്ചു. കണ്ണൂരിലെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഉഷയുടെ പ്രതികരണം. അന്നത്തെ ആ ഷോ നടന്നത് ബഹ്റൈനിൽ വെച്ചായിരുന്നു. ഷോ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും എയർപോർട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും നന്നേ ക്ഷീണിതരായിരുന്നു. ഹാളിലേക്ക് ഞങ്ങളുടെ ലഗേജ് കൊണ്ടുവരാൻ മോഹൻലാൽ ആവശ്യപ്പെട്ടു. എല്ലാവർക്കും അവിടെ കൂടിയിരുന്ന് സംസാരിക്കുകയും ചെയ്യായിരുന്നു. മോനിഷ, രേവതി, സുകുമാരി എന്നിവർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ലഗേജുമായി ലിഫ്റ്റിനുള്ളിൽ കയറി. ആ നടനും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താഴേക്ക് പോവുകയാണോ എന്ന് അയാൾ ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിന്റെ വാതിലടഞ്ഞതും അയാൾ എന്നോട് അപമര്യാദയായി പെരുമാറി. ഞാൻ അയാളെ തല്ലി. അപ്പോഴേക്കും ലിഫ്റ്റ് അടുത്ത ഫ്ലോറിൽ എത്തിയിരുന്നു. സുകുമാരിയും ലിഫ്റ്റിനുള്ളിൽ കയറി എന്നോട് കാര്യം എന്തെന്ന് അന്വേഷിച്ചു. സംഭവിച്ച കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു. എല്ലാവരോടും അത് പറയുമെന്നായി ഞാൻ. ലാലേട്ടനും എന്നോട് കാര്യം തിരക്കി. ഞാൻ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു. ലാലേട്ടനും സുകുമാരിയും എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ ശരിയായ രീതിയിലാണ് പ്രതികരിച്ചതെന്നവർ പറഞ്ഞു എന്നുഷ.
എന്നാൽ അത് പ്രശ്നങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു എന്ന് ഉഷ ഓർക്കുന്നു. സൂപ്പർ താരങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നവൾ എന്ന് ഉഷ പഴി കേൾക്കേണ്ടി വന്നു. ഉഷയ്ക്ക് പതിയെ സിനിമയിലേക്ക് ലഭിക്കുന്ന അവസരങ്ങളുടെ എണ്ണവും കുറഞ്ഞു. കിരീടം, ചെങ്കോൽ സിനിമയിൽ മോഹൻലാലിന്റെ അനുജത്തിയുടെ വേഷം ഉഷയ്ക്കായിരുന്നു. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടു ചിത്രത്തിൽ ബാലതാരമായിരുന്നു ഉഷയുടെ തുടക്കം. ഈ സിനിമയിലും മോഹൻലാൽ നായകനായി എന്ന ആദർശികത. ഇത്രയും വർഷങ്ങൾക്കിടെ ഉഷ 70ഓളം മലയാള സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഹസീന എന്ന പേര് സിനിമക്കായി ഉഷ എന്നാക്കി മാറ്റുകയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.